അടുത്ത മാസത്തേക്ക് വൺപ്ലസ് കുറച്ചധികം പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ സ്മാർട്ട് ടി വി, അതുപോലെ തന്നെ അവരുടെ സ്മാർട്ട് ഫോൺസ്, നമുക്കൊരു ടാബ്ലറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതായത് വൺപ്ലസ് അവരുടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്, അവരുടെ ഫസ്റ്റ് ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇയർബഡ്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇയർബഡ്സിൻ്റെയും ടാബ്ലറ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ടാബ്ലറ്റിൻ്റെ വീഡിയോ നോക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ആ സമയത്ത് അറിഞ്ഞിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ആ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് OnePlus 11 എന്ന് പറയുന്ന ഒരു ഫോൺ, അതായത് OnePlus 11 5G എന്ന് പറയുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലായുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, അതായത് OnePlus 11R 5G എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ ഒരു OnePlus 11R 5G എന്ന് പറയുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിന്നത് 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് അപ് ടു 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 5 വോൾട്ട് കട്ടൗട്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്, അതായത് സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയുള്ളത്. പിന്നെ നമുക്കിനകത്ത് Qualcomm Snapdragon 8+ Gen 1 ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റും കാര്യങ്ങളും. പിന്നെ നമുക്ക് 16 GB, അതായത് 16 GB ആണ് ഏറ്റവും ഹൈ ലെവലായുള്ള റാം വേരിയൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് 256 GB ആണ് ഏറ്റവും ഹൈ ലെവലായുള്ള ആ ഒരു സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള 8 GB കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ 125 GB സ്റ്റോറേജ് കാര്യങ്ങൾ, ആ ഒരു വേരിയൻറ്റ് കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡലിൽ Snapdragon 8+ Gen 1 ആണെന്നുള്ളത് അവർ ട്വിറ്റർ വഴി പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് അവർ ജസ്റ്റ് ഒരു പോസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 11R 5Gയിൽ വരാൻ പോകുന്ന ഈ ചിപ്സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളും പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കിനത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ 12 MB ഒരു സെക്കൻഡറി ക്യാമറ വരുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് 2 MB ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കിനത് 16 MB ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് നമുക്ക് 4K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ OnePlus ഏത് രീതിയിലാണ് ഈ ഒരു ചിപ്സെറ്റ് ഈ ഒരു മോഡലിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്നുള്ളത് അത് ലോഞ്ച് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 ആണ് വരുന്നത്. പിന്നെ ഇവരുടെ UA ഉള്ള Oxygen OS 13.1 എന്ന് പറയുന്ന ആ ഒരു വേർഷൻ ആയിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. അപ്പം സോഫ്റ്റ്വെയർ വൈസ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിൽ കൂടി ഈ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷേ Android 13 വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, Wi-Fi 6 ആണ് വരുന്നത്. പിന്നെ Bluetooth 5.3 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന സ്പീക്കറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ Dolby Atmos സപ്പോർട്ടായുള്ള സ്പീക്കറും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നമുക്കിനകത്ത് ഡ്യുവൽ 5G and 4G സപ്പോർട്ടായുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് OnePlus 11R 5Gൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചിപ്സെറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അതായത് പെർഫോമൻസ് സൈഡ് ഓക്കെയാണ്. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും അടിപൊളിയായിട്ടുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം കൊള്ളാവുന്നൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു മോഡലാണ് വരുന്നതെങ്കിൽ, അതായത് ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നതെങ്കിൽ. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമുക്കൊരു അപ്പർ മിഡ് റേഞ്ച് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതായത് നമുക്കൊരു 15,000 തൊട്ടൊരു 35,000 ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരം യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും